നമസ്കാരം. മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽഡൺ ചാമ്പ്യൻസ് ലിവർപൂൾ ഈ വർഷത്തെ EPL കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്പേഴ്സിനെ 5-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലിവർപൂൾ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. യാതൊരു സംശയവുമില്ല, ഇപ്പോ EPL നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ലിവർപൂൾ തന്നെയാണ്. വെൽ ഡിസേർവ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആർനെ സ്ലോട്ടിന് തന്നെയാണ്. ഇപ്പൊ പല പുതിയ മാനേജേഴ്സ് വന്നിട്ട് EPL സ്ട്രഗിൾ ചെയ്യുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആർനെ സ്ലോട്ട് വന്ന് ഫസ്റ്റ് സീസൺ തന്നെ കപ്പടിക്കുന്നത്. ഒരുപാട് ഘടകങ്ങൾ പുള്ളിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പോൾ ക്ലോപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ചെറിയ വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി അത് ഓവർകം ചെയ്ത് മുമ്പോട്ട് പോയി. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും FSGയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. എന്നിട്ടും കറക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി മാച്ചുകൾ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോയി. എന്തായാലും ക്ലാപ്പ് ഓൺ, 100% ഡിസേർവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടു. അവര് കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സ്പേഴ്സും ഡാനിയൽ ലീവിയും ഒക്കെ കണ്ട് പഠിക്കേണ്ട ഒരു മാനേജ്മെന്റ് ഫോമുലയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഓണേഴ്സിന്റെ എക്സ്പെക്ടേഷൻ, എങ്ങനെയാണ് കപ്പടിക്കുന്നത്, എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത്, ഏതൊക്കെ ടീം മെമ്പേഴ്സിനെ റീറ്റെയിൻ ചെയ്യും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ലിവർപൂളിനെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പേഴ്സിന്റെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ഈ സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചു. 11 ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഉണ്ട്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോൾ ടീം പിരിച്ചുവിട്ടിട്ട് ഒരു നല്ല സൊസൈറ്റി തുടങ്ങുക. എന്താണെന്നറിയോ, കാരി പിരിക്കാൻ. അത്രയ്ക്കും മോശപ്പെട്ട ടീമംഗങ്ങളാണ് ഇപ്പോൾ ഈ ടീമിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ടീമായിട്ട് കളിക്കുമ്പോൾ വളരെ വളരെ വീക്ക്നെസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എക്സ്പോസ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. നമ്മൾ ആദ്യം സ്കോർ ചെയ്തു, സൊളാങ്കിയുടെ ഹെഡറിലൂടെ 1-0 ലീഡിലേക്ക് എത്തി. പിന്നീട് നമ്മൾ കണ്ടത് ഈ 1-2 ഇട്ടിട്ട് സ്പേഴ്സിനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഒരാൾക്ക് പാസ് കൊടുക്കുക, തിരിച്ച് ബോൾ മേടിക്കുക, അപ്പോഴത്തേക്കും നമ്മളെ ഡിഫൻസ് ബീറ്റ് ചെയ്യും, സ്ക്വയർ ബോൾ ബോക്സിലേക്ക് ഇടുക, ടാപ്പിൻ ചെയ്യുക. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഗ്യാപ്കോ അടിക്കുന്നു, ലൂയിസ് ഡിയാസ് അടിക്കുന്നു, ഒരുപാട് ചാൻസുകൾ മിസ് ചെയ്തു. അങ്ങനെ 5-1 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ചെറിയ സ്കോറാണ്. അതിലും കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിവർപൂൾ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഡാനിയൽ ലീവി കളി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒന്ന് പോയി തരുമോ? നമ്മുടെ ക്ലബിനെ നശിപ്പിച്ചത് മതിയായില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം 19ാമത്തെ ലോസാണ് ഈ സീസണിലെ നമ്മൾ കണ്ടത്. ഇനി എത്ര ലോസ് വരും നമുക്കറിയില്ല. ഈ യൂറോപ്പ് ലീഗിന്റെ സെമി ഫൈനലിലും കാത്താണ് ഡാനിയൽ ലീവി ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ടീമായിട്ടുള്ള പെർഫോമൻസ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. ഇതൊരു മത്സരം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, റെലിഗേഷൻ ഫൈറ്റിലുള്ള ടീമിനെതിരെ പോലും ഒരു നല്ല പെർഫോമൻസ് കൊണ്ടുവരാൻ സ്പേഴ്സിന് കഴിയുന്നില്ല. ഇപ്സ്വിച്ചിനെതിരെ പരാജയപ്പെടുന്നു, ലെസ്റ്ററിനെതിരെ സമനില വഴങ്ങുന്നു, പിന്നീട് പരാജയപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കാണുന്നത്. എന്തായാലും ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിന്റെ രാവ് തന്നെയാണ്. കാരണം ഈ വർഷം അവർ കാത്തിരുന്ന കപ്പ് കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഡൊമസ്റ്റിക് കപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമായിരുന്നു. പക്ഷെ UCL ആയാലും ഡൊമസ്റ്റിക് കപ്പ് ആയാലും എല്ലാം ആദ്യ സീസണിൽ അടിക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം FSGയുടെ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നാലേ അതൊക്കെ നടക്കൂ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ലിവർപൂൾ ഫാൻസ് അവരെ കറക്റ്റായിട്ട് ബാക്ക് ചെയ്തു. നല്ല കോച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നു, കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ റിറ്റെയിൻ ചെയ്തു. ഇപ്പൊ മോ സലയെ പോലുള്ള, വാൻഡേക്കിനെ പോലുള്ള പ്ലേയേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള പെർഫോമൻസ് കൊണ്ടുവന്നാൽ തന്നെ പല മാച്ചിലും വ്യത്യാസം വരുത്താൻ സാധിക്കുന്നത് നമ്മൾ കണ്ടു. മക്കാലിസ്റ്റർ പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ കാണിക്കുന്ന പെർഫോമൻസ് നമ്മൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻ ലിവർപൂൾ ഫാൻസ്, വെൽ ഡിസേർവ് വിക്ടറി. ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മളൊരു യൂറോപ്പ് ലീഗിന്റെ ത്രെഡിൽ പിടിച്ച് തൂങ്ങാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അവസാനത്തെ പ്രതീക്ഷ അസ്തമിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.